നിങ്ങളൊരു പുതിയ വാഹനം ബുക്ക് ചെയ്തിട്ട് ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്യുവാണോ? ഇപ്പോഴും എന്തിനാണ് പുതിയ വാഹനങ്ങൾക്ക് PDI ഇൻസ്പെക്ഷൻ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഈ ഒരു വാഹനത്തിൽ ഞങ്ങൾ ആദ്യം പരിശോധിക്കുന്നത് പെയിന്റ് ആണ്. വാഹനത്തിന് റീപെയിന്റ് ചെയ്ത ഭാഗങ്ങളുണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടോ, അണ്ടർ ബോഡിയിൽ പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം വിശദമായിട്ട് നമ്മൾ പരിശോധിക്കും. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വാഹനത്തിന്റെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ A to Z പരിശോധിക്കും. എല്ലാ ഫംഗ്ഷൻസും ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കസ്റ്റമർക്ക് നമ്മൾ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് കൈമാറുന്നത്. എന്നാൽ നമ്മൾ PDI ചെയ്യുമ്പോൾ ചില ഡീലർഷിപ്പുകളിൽ ഇതുപോലുള്ള സ്കാനിംഗ് ടൂളുകൾ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കാറില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഈ ഒരു വാഹനത്തിന്റെ യൂസർ മാനുവൽ ഒന്ന് വായിച്ചാൽ തന്നെ സ്റ്റാൻഡേർഡ് വാറന്റിയിൽ ഉൾപ്പെടാത്ത നിരവധി കാര്യങ്ങൾ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം പിന്നീട് നിങ്ങൾക്ക് വന്നാൽ അതിന്റെ ചെലവ് ഫുള്ള് നിങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കും പോകുക. നമ്മൾ ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകളെല്ലാം അത്രയും നിലവാരമുള്ള ബ്രാൻഡഡ് ടൂൾസുകളാണ്. ശരിയായ രീതിയിൽ സ്കാനിങ് ചെയ്യുന്നത് കൊണ്ട് വാഹനത്തിന് യാതൊരു കേടുപാടും സംഭവിക്കില്ല. നിങ്ങൾ ഇത്രയും ടാക്സ് അടച്ച് ഇത്രയും പണം ചെലവഴിച്ച് വാങ്ങുന്ന ഒരു വാഹനം, അതിന്റെ ക്വാളിറ്റി ആ വാഹനം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അത് കൃത്യമായി നോക്കിയിട്ട് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വവും ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം വാങ്ങുമ്പോൾ ഒരു കംപ്ലീറ്റ് PDI ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എന്റെ വാഹനം കൺഫേം ചെയ്യൂ എന്ന് പറയണം. ഇങ്ങനെ നിങ്ങൾ വാങ്ങുന്ന പുതിയതോ പഴയതോ ഏത് വാഹനമായാലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്യാനായിട്ട് സുരേഷ് ഡ്രൈവ്സിന്റെ താഴെ കാണുന്ന ഈ നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്.